ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. നമ്മൾ ചിക്കൻ കറി വെക്കുകയാണ്. അത് അടുപ്പിലാണ് കേട്ടോ, പണ്ടത്തെ സ്റ്റൈലിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇതാ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി അതിലേക്ക് കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല, ചിക്കൻ മസാല ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ആ ഒരു ടൈമിലേക്ക് മസാല എല്ലാം ചിക്കനിലേക്ക് പിടിക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് അപ്പോഴേക്ക് സവോളയും അരിഞ്ഞ് അതേപോലെ ഗാർലിക് ജിഞ്ചർ പേസ്റ്റൊക്കെ തയ്യാറാക്കി വെക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുപ്പിലുണ്ടാക്കുന്ന ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളെല്ലാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് കുഴയ്ക്കുകയാണ്. എല്ലാവരും ഇതേപോലെ ആയിരിക്കും അല്ലേ? സൺഡേ വന്നാലോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ വാങ്ങിക്കുന്ന ചിക്കൻ വാങ്ങുക അല്ലെങ്കിൽ ബിരിയാണി വെക്കുക എപ്പോഴും ഒരു സൺഡേസിൽ എല്ലാവരും ഫ്രീ ആകുമ്പോൾ, ഒഴിവുള്ള ദിവസമാകുമ്പോൾ നമ്മൾ അധികം ചെയ്യുന്നതാണ്. അപ്പോൾ എന്നും ചെയ്യുന്ന ചിക്കനിൽ നിന്ന് സ്പെഷ്യൽ ഒന്ന് ചേഞ്ച് ആക്കാമെന്ന് വെച്ചാൽ ഞങ്ങൾ അടുപ്പിൽ തീയോ കത്തിച്ചിട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് കുഴയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയാണിത് കുഴയ്ക്കുന്നത്. നല്ല രീതിയിൽ കുഴച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഒരാൾ വീഡിയോ എടുക്കണം, ഒരാൾ കുഴയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് അമ്മ കുഴയ്ക്കുകയും ഞാൻ വീഡിയോ എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആ ഒരു ടൈമിൽ നമ്മൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് സവോളയും ടൊമാറ്റോ ഇത് രണ്ടും മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതിൽ തന്നെ ഞാൻ 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ ഇത് 3 കൂടെ ഉള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഈ അടുപ്പത്ത് വെച്ചൊന്ന് കുറുക്കിയെടുക്കുമ്പോൾ ആ ഒരു സ്മെല്ല് അതൊരു അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പം ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്നായി. അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരാണെന്ന് പോയി കാണാം. അപ്പോൾ ഈ ഒരു കൂട്ടിലേക്ക് നമ്മൾ അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല എല്ലാം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കാരണം നമ്മൾ ചിക്കൻ കുഴച്ച് വെച്ചതിൽ ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഉപ്പ് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് നമ്മൾ. പിന്നെ ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് എല്ലാം കൂടെ ഇട്ടിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഉള്ളി ഒന്ന് വടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ഗാർലിക് ജിഞ്ചർ പേസ്റ്റിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം മല്ലിച്ചപ്പും പുതിന ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അത് ഇവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആവുമായിരുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴും എങ്ങനെയാണ് ചിക്കൻ മാത്രമേ വാങ്ങിയിട്ടുണ്ടാവുള്ളൂ. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ ഉള്ളത് വെച്ച് തട്ടിക്കൂട്ടാണ് ചെയ്യുക. പിന്നെയും പോയി വാങ്ങാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മടിയുള്ളൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് മല്ലിച്ചപ്പും പുതിനയും ഇല്ലായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആവുമായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുതിനയും മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതായത് ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കാം. നമുക്ക് ആവശ്യമുള്ള ആ ഒരു ടൈമിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് 1-2 മിനിറ്റ് പുറത്ത് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറും. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോഴാണ് ഈ വെളുത്ത് കിടക്കുന്ന ചിക്കൻ എന്നൊക്കെ പറയും ചിലർ കറി വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്കൊന്നും പിടിക്കാത്ത പോലെ. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടാനുള്ള ഒരു സൂത്രവിദ്യയാണ് കേട്ടോ അത്. ആദ്യം നമ്മൾ കുഴച്ചിട്ട് ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുക, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും സൂപ്പറായിരിക്കും. അങ്ങനെ വെച്ചിട്ടൊന്ന് ചിക്കൻ കറി ഉണ്ടാക്കി നോക്കണേ, അടിപൊളിയാണ്. നമ്മൾ പൊരിക്കുന്ന അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ഒക്കെ വെക്കുമ്പം ചിലർ അങ്ങനെ ചെയ്യും. അപ്പോൾ ചിക്കൻ കറി വെക്കുമ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ആ ചിക്കൻ കഴിക്കാൻ. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവർ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്ത് നോക്കാം. നിങ്ങൾ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. നല്ലതും ചീത്തയായ എല്ലാ കമൻസും നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എല്ലാം നിങ്ങൾക്ക് അറിയിക്കാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. ലാസ്റ്റ് കുറച്ച് ചിക്കൻ മസാലയും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുകയാണ്.
എല്ലാ മസാലയും സെയിം തന്നെയാണ് നമ്മൾ ചിക്കന് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കണം. രണ്ടും കൂടെ വരുമ്പോൾ അധികമാവരുത്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഉള്ളി ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഉള്ളി കുറച്ച് വലുതായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത്, അതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. പിന്നെ അടുപ്പിലാകുമ്പോൾ അതിങ്ങനെ കിടന്ന് വെന്ത് സെറ്റായി വരുമല്ലോ, അതുകൊണ്ടാണ് കുറച്ച് വലുത്. അപ്പോൾ നമ്മൾ അടച്ച് വെക്കാൻ പോവാണ്. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളുടെ ഫ്രൈ ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കണം. അതേപോലെ ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന കറിവേപ്പില പറിച്ച് കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഇനി ഇതിലേക്ക് നമ്മൾ മെയിനായിട്ടുള്ള ചിക്കനാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആ മസാലയൊക്കെ ഇട്ട് തേച്ച് പിടിപ്പിച്ചതുകൊണ്ട് തന്നെ അതിനൊരു കളറൊക്കെ ഉണ്ട്, അത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ്സ് നമുക്ക് അടച്ചു വെച്ച് വയ്ക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്, എനിക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതുപോലെ നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങൾ ഇതുവരെ ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ചോറിന് കൂടെയും അപ്പത്തിന് കൂടെയും കപ്പയ്ക്ക് കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. നമുക്കിതൊന്ന് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തുറക്കുമ്പോഴുള്ള സ്മെല്ല് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കി വെക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നൊരു ബൈ.